എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി 40-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. സങ്കീർത്തനം 40-ന്റെ 1-2. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനത്തിൽ ദൈവം തനിക്ക് ആരാണ്, എന്തൊക്കെയാണ് എന്ന് പ്രത്യേകമായ വിശേഷണ വാക്കുകൾ കൊണ്ട് ദാവീദ് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഭക്തന് ദൈവം തൻ്റെ എല്ലാറ്റിനും എല്ലാമാകുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം അവനിലേക്ക് ചാഞ്ഞ് നിലവിളി കേൾക്കുകയും പാറമേൽ കാലുകൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു. പാറ ഉറപ്പുള്ള അടിസ്ഥാനത്തെ കുറിക്കുന്നു. തിരുവചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നുവെന്ന് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. കാറ്റും കൊടുങ്കാറ്റും വൻമഴയും വെള്ളപ്പൊക്കവും ഒന്നും ഉലച്ചു കളയാത്ത അടിസ്ഥാനം പാറമേൽ പണിത ഭവനത്തിനേ ഉള്ളൂ. നമ്മൾ വായിച്ച വേദഭാഗത്ത് കുഴഞ്ഞ ചേറ്റിൽ താണുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് സഹായമില്ലാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. വലിച്ചെടുത്ത് പാറമേൽ നിർത്തുന്ന അനുഭവമാണ് വീണ്ടെടുപ്പിൻ്റെ ഒന്നാമത്തെ അനുഭവം. അതോടൊപ്പം വായിൽ സ്തുതിയും തരുന്നു. അതൊരു പുതിയ പാട്ടാണ്. ജയോത്സവമാണ് പുതിയ പാട്ട്. പഴയ പാട്ടുകൾ എന്നെ കുഴിയിലേക്ക് താഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ പുതിയ പാട്ട് എന്നെ സന്തോഷിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പാട്ടുപാടുക എന്നത് ഒരു സാധാരണ കാര്യമാണ്. സങ്കടത്തിലും സന്തോഷത്തിലും നീറുന്ന ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിലുമൊക്കെ പാട്ടുകൾ പാടാറുണ്ട്. കാല് പാറമേൽ സ്ഥിരമാക്കപ്പെട്ടവൻ്റെ പാട്ട് പുതിയ പാട്ടാണ് എന്ന് രേഖപ്പെടുത്തുന്നു. മറ്റ് പല ഭാഗത്തും ഈ പാറയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ മറയ്ക്കുന്ന പാറ എന്ന് കാണുന്നു. പാറയുടെ വിള്ളലിൽ മോശയെ ദൈവം മറച്ചു, അല്ലെങ്കിൽ അവൻ മരിച്ചുപോയേനെ. ഒരു ദൈവ പൈതലിനെ മറയ്ക്കുന്ന അനുഭവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്കായി പിളർക്കപ്പെട്ട പാറയുടെ വിള്ളലിൽ അഭയം തേടുന്നത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും നാം നശിച്ചു പോകാത്തത്. 27-ാം സങ്കീർത്തനത്തിൽ ഉയർത്തുന്ന പാറ എന്ന് കാണുന്നു. ആയുഷ്കാലം മുഴുവനും തിരുസന്നിധിയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവരെ പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് നടത്തുന്നു. അനർത്ഥ ദിവസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തൻ്റെ കൂടാരത്തിൽ അവരെ ഒളിപ്പിക്കുന്ന ദൈവം, തിരുസാന്നിധ്യത്തിൽ അവിടുന്ന് ഒളിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പദവിയാണ്. ഇങ്ങനെ താൻ തന്നെ മറയ്ക്കുന്നവരെ വീണ്ടും പാറമേൽ നിർത്തി എല്ലാവരും കാണെ ഉയർത്താനും ദൈവത്തിന് പദ്ധതിയുണ്ട്. ശത്രുക്കളുടെ മേൽ തല ഉയർത്തി നിൽക്കത്തക്കവണ്ണം താൻ തൻ്റെ മക്കളെ ഉയർത്തും. അപ്പോഴാണ് പാട്ടും ജയഘോഷവും ഗീതങ്ങളുമെല്ലാം നാവിന്മേൽ ഉയരുന്ന അനുഭവം ഉണ്ടാകുന്നത്. വിറ്റുകളയാത്ത പാറയെന്ന് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഈ ലോകത്തിൽ സാമാന്യ ജനം പാറയെന്ന് കരുതി ആശ്രയിക്കുന്ന അനവധി വസ്തുക്കളും വ്യക്തികളുമുണ്ട്. എങ്കിലും ഒരിക്കലും ഒരു കാരണവശാലും ആശ്രയിക്കുന്നവരെ വിറ്റുകളയാത്ത പാറ ഒന്നേ ഉള്ളൂ.
അത് നമ്മുടെ വലിയവനായ ദൈവം മാത്രമാണ്. സദൃശവാക്യം 30-ാം അധ്യായത്തിൽ സങ്കേതം നൽകുന്ന പാറ എന്ന് കാണുന്നു. കുഴിമുയൽ ബലഹീന ജാതിയാണ്, ആർക്കും വിലയില്ലാത്ത ജീവിയാണ്. എങ്കിലും അത് പാറയിൽ പാർപ്പിടം കണ്ടെത്തുന്നു. അതിൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ള അറിവാണ് അതിന് സുരക്ഷിതത്വം നൽകുന്നത്. പാറയുടെ പിളർപ്പിൽ ഒളിച്ചിരിക്കുന്നവളാണ് തൻ്റെ പ്രിയ എന്ന് ഉത്തമഗീതം 2-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പോഷിപ്പിക്കുന്ന പാറ എന്ന മറ്റൊരു വിശേഷണമുണ്ട്. പാറയിൽ നിന്ന് ജലം, തീ, എണ്ണ, തൈലം എന്നിവ കൊണ്ട് മരുഭൂമിയിൽ തൻ്റെ ജനത്തെ പോഷിപ്പിച്ചു എന്ന് വചനം പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ദൈവം മരുഭൂമി യാത്രയിൽ നമുക്ക് ഒരുക്കുന്നു. അഗ്നിയായും തേനായും എണ്ണയായും ഒക്കെ ദൈവത്തെ അടയാളപ്പെടുത്തുന്നു. ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് അഗ്നി എന്ന് പറയുന്നത്. മോശയുടെ ആരാധനയിൽ തീ ഇറങ്ങി. കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നാണ് മോശയെ ദൈവം വിളിച്ചത്. ഗിദയോൻ വഴിപാട് പാറമേൽ വെച്ചപ്പോൾ പാറയിൽ നിന്ന് അഗ്നി പുറപ്പെട്ടു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ. അബ്രഹാം യാഗമർപ്പിച്ചപ്പോൾ അഗ്നിയുടെ സാന്നിധ്യമുണ്ടായി. ഏലിയാവിൻ്റെ ആരാധനയിൽ തീ ഇറങ്ങി. യാഗപീഠത്തിലെ കനലുകൊണ്ട് യെശയ്യാവിൻ്റെ അധരത്തെ തൊട്ടു. ഇവിടെയെല്ലാം അഗ്നിയുടെ സാന്നിധ്യം വിശുദ്ധീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ പാറയിൽ നിന്ന് തേൻ എന്ന് കാണുന്നു. ഏറ്റവും വിശിഷ്ടമായ തേൻ പാറയിൽ നിന്നുള്ള തേനാണ്. പാലും തേനും ഒഴുകുന്ന ദേശമായിട്ടാണ് കനാൻ ദേശത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് സമൃദ്ധിയെയും മാധുര്യത്തെയും കാണിക്കുന്നു. ദൈവവചനം തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മാധുര്യമേറിയതാണ് എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നു. വിശ്വാസ ജീവിതത്തെ മധുരിപ്പിക്കുന്നത് ദൈവവചനമാണ്. കാൽവറിയിൽ തകർക്കപ്പെട്ട പാറയിൽ നിന്നുള്ള തേൻ എക്കാലവും ജീവിതങ്ങളെ മധുരിപ്പിക്കുന്നു. ആ വിശിഷ്ടമായ തേൻ ചേരുന്ന എല്ലാ ജീവിതങ്ങളും മധുരിക്കുന്നു. പാറയിൽ നിന്ന് എണ്ണ. പാറകൾക്കിടയിൽ വളരുന്ന ഒലിവ് മരത്തിൻ്റെ എണ്ണ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പാറ ഒഴുക്കി കൊടുത്തു എന്ന് വേണം നമ്മൾ കരുതാൻ. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ്. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്. സദൃശവാക്യം 21-ാം അധ്യായത്തിൽ വായിക്കുന്നു. എണ്ണയ്ക്ക് ധാരാളം ഉപയോഗങ്ങൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അഭിഷേക തൈലത്തെക്കുറിച്ച് പറയുന്നു. കോരഹപുത്രന്മാരുടെ ആനന്ദ തൈലത്തെക്കുറിച്ച് കാണുന്നു. യെശയ്യാവും ആനന്ദ തൈലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. യഹൂദന്മാർ എണ്ണ പൂശുന്ന പതിവുണ്ടായിരുന്നു. ഇതൊക്കെ ഔഷധമായി ഉപയോഗിച്ചിരുന്നു. നല്ല ശമരിയാക്കാരൻ എണ്ണ പകർന്ന് മുറിവ് കെട്ടി. സമാഗമന കൂടാരത്തിൽ വിളക്ക് നിരന്തരം കത്തുവാൻ എണ്ണ ആവശ്യമായിരുന്നു. ആദിമ അപ്പോസ്തലന്മാർ എണ്ണ പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. പുരോഹിതനും പ്രവാചകനും രാജാവിനും എണ്ണ കൊണ്ടുള്ള അഭിഷേകം ആവശ്യമായിരുന്നു. എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. പുതിയ നിയമത്തിൽ ഓരോ വിശ്വാസിയും അഭിഷിക്തരാണ് എന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോൾ പാറയായും അഗ്നിയായും എണ്ണയായുമൊക്കെ ദൈവ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഉത്തരം നൽകാൻ കഴിയുക. ഈ ദൈവം എനിക്കാരാണ്? വേദപുസ്തകത്തിൽ വിവരിക്കുന്ന ഒരു ദൈവം നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്ത ദൈവത്തിൻ്റെ വിശേഷണങ്ങളൊന്നും ആയിരിക്കില്ല അനുഭവത്തിൽ നിന്ന് ഉയരുന്നത്. ഈ ദൈവം എനിക്ക് എന്തെല്ലാമായിരുന്നു, ഇപ്പോൾ എന്തൊക്കെയാണ് എന്ന് ജീവിതാനുഭവമാണ് ഘോഷിക്കുന്നത്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവം ആരെന്ന അനുഭവം കൊണ്ട് അറിയുന്നതിനും രുചിക്കുന്നതിനും നമുക്കിടയാകട്ടെ. ആ ദൈവം നമ്മെ പാറമേൽ ഉറപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ കാലുകളെ പാറമേൽ ഉറപ്പിക്കുന്നു.
യഹോവയ്ക്കായി കാത്തിരിക്കുമ്പോൾ നമ്മിലേക്ക് ചാഞ്ഞു വരുന്ന ഒരു ദൈവം, നമ്മുടെ സമീപേ നിൽക്കുന്ന ദൈവം, സങ്കടങ്ങളെ ഒപ്പിയെടുക്കുന്ന ദൈവം. ആ ദൈവസന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ആയിരിക്കാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. സാധ്യതകളുടെ മറ്റൊരു പ്രഭാതത്തിലേക്ക് അടിയങ്ങളെ കൊണ്ടുവന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കൈവിടാത്തവനായി അവിടുന്ന് കൂടെയുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും, ഇടപെടുന്ന എല്ലാ വ്യവഹാരങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളുടെ ഉറവയായി അവിടുന്ന് കൂടെയിരിക്കണമേ. ഇടറാത്ത കാലുകൾ പാറമേൽ ഉറപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.